ഹലോ, വെൽക്കം ടു ഹൗസ് ഓഫ് നാഷ്. ഇത് ഒരു റിവ്യൂ അല്ല, ദിസ് ഇസ് നോട്ട് എ റിവ്യൂ. ആട് 3 എന്ന മൂവിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇത് റിവ്യൂ അല്ല, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ. ആട് 1, 2 ഒക്കെ കണ്ടവർ ഡെഫിനറ്റ്ലി ആട് 3 കണ്ടിട്ടുണ്ടാകാം. കാണാൻ പോകുന്നവരായിരിക്കും. ടിക്കറ്റ്സ് കിട്ടാൻ ഇപ്പോൾ പാടാണ്. പക്ഷേ അതിൻ്റെ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, മൊത്തത്തിലൊരു ആട് വൈവ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മിഥുൻ മാനുവൽ ഡയറക്റ്റ് ചെയ്ത്, ഫ്രൈഡേ ഫിലിം ഹൗസ് പ്രൊഡ്യൂസ് ചെയ്ത്, വിജയ് ബാബു തന്നെ അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു മെയിൻ റോൾ അദ്ദേഹം തന്നെ, ഷർബത്ത് ഷമീർ എന്ന് പറഞ്ഞ വളരെ പോപ്പുലർ ആയിട്ടുള്ള റോൾ ചെയ്ത ഒരു മൂവിയാണ് ആട് 3 എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഞാൻ കണ്ടപ്പോൾ, ഞാൻ റീസെൻ്റ്ലിയാണ് കണ്ടത്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ. ജയസൂര്യ ലീഡ് റോൾ, ഷാജി പാപ്പനെ ജയസൂര്യ സ്ഥിരം ചെയ്യുന്ന ഒത്തിരി ക്യാരക്ടേഴ്സ് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പുള്ളി കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് പുള്ളി ചെയ്തിട്ടുണ്ട്. ഹിറ്റായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിട്ട് തന്നെ പുള്ളി പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ല അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തോ കോമഡി എന്ന് പറയുന്ന സാധനം പുള്ളിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഓക്കെ, പുള്ളിയുടെ ആ ലീഗിൽ വരുന്ന നടന്മാരെ വെച്ച് നോക്കുമ്പോൾ പുള്ളിയെ കഴിഞ്ഞിട്ട് കോമഡി അമ്മാതിരി ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അത് ജയസൂര്യ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ ഷാജി പാപ്പൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ലോകത്ത് എത്രയോ നല്ല നടന്മാരുണ്ട്, ലോകത്ത് എത്രയോ പേര് കോമഡി ചെയ്യുന്ന എത്രയോ നടന്മാരുണ്ട്. പക്ഷേ ഷാജി പാപ്പൻ വാസ് ടൈലർ മെയ്ഡ് ക്യാരക്ടർ എന്നൊക്കെ പറയില്ലേ, ജയസൂര്യക്ക് വേണ്ടി ഉണ്ടാക്കിയ ക്യാരക്ടർ തന്നെ. ജയസൂര്യ അല്ലാതെ വേറെ ആരും എനിക്ക് അതിനകത്ത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. എന്നാ ടൈമിംഗ് ആണ് പുള്ളി ബാക്കി സീരിയസ് മൂവീസൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തോ ചില മൂവീസൊന്നും എനിക്ക് അങ്ങനെ വർക്കായിട്ടില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ, ജസ്റ്റ് മൈ പേഴ്സണൽ കാര്യം. ചില മൂവീസ് മാത്രം. പക്ഷേ ഷാജി പാപ്പൻ ഇസ് ലൈക്ക് ഹാറ്റ്സ് ഓഫ് മാൻ, സൂപ്പർ. ജയസൂര്യ വാസ് വെരി ഗുഡ് ഇൻ ദാറ്റ്. പിന്നെ നമ്മുടെ ഡൂഡ് വിനായകൻ, ഡൂഡിനെ കുറിച്ചൊന്നും പറയേണ്ട ഒരു രക്ഷയില്ല. പുള്ളി ഭയങ്കര രസമായിട്ടുള്ള ക്യാരക്ടറായിരുന്നു. ഓക്കെ, ഇനി ആടിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ, ആട് 3യെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ, ഇത് ഒരു ടൈം മെഷീനെ, ടൈം ട്രാവലൊക്കെ കാണിക്കുന്ന ഒരു സാധനമാണ്. ടൈം ട്രാവലൊക്കെ നമ്മുടെ മലയാളത്തിൽ വളരെ കുറച്ചൊക്കെ കാണിച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ടൈം ട്രാവലുള്ള മൂവീസ് നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു കോമഡിയുടെ ഇടയിൽ മലയാളത്തിൽ, അതായത് ആട് എന്ന് പറയുന്നൊരു സിനിമയുടെ ഇടയിൽ അതിൻ്റെ ഒരു സീരീസിൽ അതെങ്ങനെ ഒരു ടൈം ട്രാവലാക്കി മാറ്റി, അതെങ്ങനെ വർക്കൗട്ട് ചെയ്തു, ഒരേ സമയത്ത് 3 ടൈമിങ് കാണിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസകരമായി ചെയ്തിട്ടുണ്ട്. ഷാൻ റഹ്മാൻ്റെ ബീജിയം, മ്യൂസിക്കൊക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെയുണ്ട്. നന്നായിട്ട് പോർട്രേ ചെയ്ത് നല്ല എന്താ പറയുക, 1 മിനിറ്റ് പോലും ബോറടിക്കാതിരുന്ന്, തിയേറ്റർ മൊത്തം ഭയങ്കര രസമായിരുന്നു കേട്ടോ. 1 മിനിറ്റ് പോലും ബോറടിക്കാതിരുന്ന് കാണാൻ പറ്റുന്ന, കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇറങ്ങിയ കാണാൻ പറ്റുന്ന നല്ലൊരു കോമഡി ഫിലിമായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ ഇത് ആട് 3 ഓൾറെഡി ഇസ് എ തേർഡ് പാർട്ട് ഓഫ് ആട്. ഒരു ഭീകരജീവി ഭീകരജീവിയാണോ അങ്ങനെ തോന്നുന്നത്. അപ്പം അതിൻ്റെ ഒരു തേർഡ് പാർട്ടാണ് ഓൾറെഡി ദിസ്, അല്ലേ, ആട്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടുണ്ട്, ആട് 3യുടെ സെക്കൻഡ് പാർട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ കൊണ്ട് നിർത്തിയിരിക്കുന്നത് കേട്ടോ. അത് ഭയങ്കര രസകരമായ പുള്ളി മിഥുൻ മാനുവൽ അത് വർക്കൗട്ട് ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ മൂവിയുടെ റിവ്യൂ ആയിട്ടല്ല ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ സജഷൻ പോലും അല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമായിട്ടാണ് പറയുന്നത്. അത് നിങ്ങൾ ഈ ആട് 3 കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിനകത്ത് വേറെ ആരും നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ജയസൂര്യ അല്ലാതെ വേറെ ഒരു ഷാജി പാപ്പനും നമുക്ക് ആലോചിക്കാൻ പറ്റില്ല, അല്ലേ? എത്രയോ ബാക്കി നടന്മാരുണ്ട്. പക്ഷേ പുള്ളിയുടെ ആ ഒരു ടൈമിങ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കണം തോന്നുന്നു. പിന്നെ ഇതിനകത്ത് നായിക പ്രാധാന്യം വളരെ കുറവാണ്. നായികക്ക് അധികം ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് 1-2 പേര് ഇങ്ങനെ വന്നു പോകുന്നല്ലാണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് അങ്ങനെ ഫീമെയിൽ ലീഡറെ കുറിച്ചൊന്നും അധികം അതിനകത്ത് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ള സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സും ഇതൊക്കെ വെച്ചിട്ട് പുള്ളി ഒരു കുറേ കാലമായ ജയസൂര്യക്ക് ഒരു ഹിറ്റ് കിട്ടിയിട്ടെന്ന് തോന്നുന്നു. ബിക്കോസ് എവരിബഡി വാസ് വെയിറ്റിംഗ് ടു സീ ആട് ഓൺലി. കാരണം ഷാജി പാപ്പൻ പുള്ളിയില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷാജി പാപ്പൻ പുള്ളിയാണ്. അതിൻ്റെ ഇടയിൽ വേറെ കത്തനാറ് വരുന്നു, അങ്ങനത്തെ കുറേ മൂവീസൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ മുന്നോടിയായിട്ട് ഈ ആട് 3 വന്നത് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അണ്ടർ ദ കമൻറ്റ് സെക്ഷൻ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആട് 3 എന്ന് പറഞ്ഞാൽ ലോജിക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇപ്പം എല്ലാ മൂവീസിലും ലോജിക്ക് അന്വേഷിച്ച് പോയാൽ നടക്കുന്ന കാര്യമല്ല. പക്ഷേ ആട് 3ക്ക് അത് ലോജിക്കൊന്നും അന്വേഷിക്കേണ്ട കാര്യം. ഇറ്റ്സ് എ വെരി ഫണ്ണി മൂവി. അതിനെ ആ രീതിയിൽ തന്നെ കണ്ടാൽ മതി, തമാശപരമായിട്ട് തന്നെ കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നല്ല രസകരമായിട്ടുള്ള മൂവിയാണ്. ഐ ഗീവ് ലൈക്ക് കംപ്ലീറ്റ്ലി എൻ്റർടൈനറാണ്. അപ്പോൾ അതിനകത്ത് പോയിന്റ് വൈസ് എന്ന് പറയുന്നത് 4 out of 5 ഒക്കെ കൊടുക്കാം. ആറാംസ് പോയിരുന്ന് കാണാവുന്ന വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ടെൻഷനൊന്നുമില്ല. മനസ്സിൽ കട്ടി ത്രില്ലർ അങ്ങനത്തെ സാധനങ്ങൾ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുള്ള, വിനായകൻ ഓരോന്ന് മാറി കോമ്പീറ്റ് ചെയ്ത് തന്നെ കോമഡിയൊക്കെ ചെയ്തിട്ടുള്ള ഭയങ്കര ടൈമിംഗ് പരമായിട്ട് ചെയ്തിട്ടുള്ള സിനിമയായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു സോ വെരി മച്ച്.